ശിവ, ലെറ്റ്സ് ബ്രേക്കപ്പ്. നീ തമാശ പറയണോ ശശി? എല്ലാം സന്തോഷമായിട്ടല്ലേ പോകുന്നേ? ബെഡ്റൂമിൽ ഇങ്ങനെ അരമണിക്കൂർ നിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് പോലെ ബാക്കിയുള്ള 23.5 മണിക്കൂർ എന്നെ കൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. മനസ്സിന്റെ ആഴങ്ങളിൽ വേദന. എടി ശശി, എന്തുവാടി ചിയേഴ്സ് പറയാതെ കുടിച്ചൊന്ന് ദേഷ്യപ്പെടില്ലേ? മൂടില്ലെങ്കിൽ ചിയേഴ്സ് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറ്റിയോ ആവോ? ബേരൻ, 2 more. അതെ മാനേജറെ, 2 ലാർജ് ആ ടേബിളിലോട്ട് കൊണ്ടുവരാൻ പറ. ഓക്കെ സാർ, ഇപ്പൊ കൊണ്ടുവരാം. എന്താടാ ഇത്? നീ എപ്പം നാട്ടിൽ വന്നാലും എന്നെ പിക്ക് ചെയ്തുകൊണ്ടല്ലേ വരുന്നേ? ഇപ്പൊ നേരിട്ട് ബാറിലോട്ട് വരാൻ പറയുമ്പോ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതെന്താടാ, ഫാമിലി ഫോട്ടോ ആണോ? എന്താടാ നിന്റെ പ്രശ്നം? എന്തോ പ്രൊമോഷൻ കിട്ടിയിട്ട് വന്നാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചേ. നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താ കാര്യം? ഇതൊക്കെ തന്നെയാടാ പ്രശ്നം. ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നാടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞേ. എന്താന്ന് അറിയില്ലടാ. ഇതിനു വേണ്ടിയാണോ നീ എന്നെ വിളിച്ചേ? വന്ന് ഈ കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ തലവേദനയായിട്ടിരിക്കുക. പെണ്ണ് വളയുന്നിടം വരെ കൂട്ടുകാരൻ അടുത്ത് തന്നെ ഉണ്ടാവണം. വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോ അളിയ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പുറകെ ഓടി വരും. ശരി, അത് വിട്. വിളിച്ച നിനക്കും നാണമില്ല, വന്ന് എനിക്കും നാണമില്ല. അത് പറഞ്ഞാൽ മതിയല്ലോ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം ദേഷ്യപ്പെടാൻ നീ എന്താ കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം? കുറച്ച് മെച്ചൂർഡായിട്ട് ചിന്തിച്ചൂടെ? ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ലടി, നീ എങ്ങനെയൊക്കെ കഴിഞ്ഞതായിരുന്നു കോളേജില്? നിനക്ക് ഓർമ്മയുണ്ടോ? കോളേജിൽ ഓഫീസിൽ എന്തുമാത്രം കോൺഫിഡന്റ് ഉണ്ടായിരുന്ന പെണ്ണായിരുന്നു നീ.